ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയിരിക്കുന്നത് റേഷൻ റൈസ് വെച്ചിട്ടാണ്. അപ്പോൾ റേഷൻ അരിയാണ്, ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റിയാണിത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ 2 കപ്പ് റേഷൻ അരി എടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 തവണ വെള്ളത്തിൽ കഴുകി എടുത്തതാണ്. വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് റേഷൻ അരിയുടെ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ, അതങ്ങ് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് നമുക്ക് കുതിർത്ത് വെക്കാം. അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കി എടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ്. ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അരിയൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ വെന്ത് കിട്ടാനുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇത്രത്തോളം മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അരി ഊറ്റിയെടുക്കണം. ഈ വെള്ളത്തിൽ നിന്ന് അരി ഊറ്റിയെടുക്കണം. അതായത് വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇത് ഊറ്റിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഏകദേശം 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആണ്, പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയതുമാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തിട്ട് 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടൊക്കെയുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ബാക്കി വരുന്ന ഓയിൽ തന്നെയാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾക്ക് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് മുട്ട ചിക്കി പൊരിക്കലാണ്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ 3 മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് മുട്ട നന്നായിട്ട് പൊരിച്ചെടുക്കാം. മുട്ട പൊരിച്ചത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ സവാളയാണ്, നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ പകുതിയൊക്കെ എടുത്താൽ മതിയാവും. സവാള ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ക്യാരറ്റാണ്. ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചെറിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്തോളൂ. അടുത്തതായിട്ട് ബീൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ അത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം.
അടുത്തതായിട്ട് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 3 മിനിറ്റ് കൊണ്ടൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്താൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് തക്കാളി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. തക്കാളി ചേർക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ സീഡൊക്കെ കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ച് വെക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ നല്ല സോഫ്റ്റായി പോവും, കുഴഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്യുമ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് വെന്ത് കിട്ടും. വെജിറ്റബിൾസ് ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് റെഡ് ചില്ലി സോസാണ്. 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് സോയാ സോസ് ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, സോസിലൊക്കെ ഉപ്പുള്ളതാണല്ലോ. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം, എന്നിട്ട് മിക്സ് ചെയ്യാം. പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും ചിക്കനും ഒക്കെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ലാസ്റ്റായിട്ട് 2 കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കുരുമുളക് പൊടിയും മല്ലിയിലയും. കുരുമുളക് പൊടി ഞാനിവിടെ 3/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഷ്ടം പോലെ മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരി ഇവിടെ കുഴഞ്ഞു പോവുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ മുട്ടയും ചിക്കനൊന്നും ചേർക്കാതെ ഇതേപോലെ തന്നെ വെജിറ്റബിൾസ് മാത്രം ചേർത്തിട്ട് തയ്യാറാക്കാം. പിന്നെ ചിക്കൻ ഒഴിവാക്കിയിട്ട് മുട്ട മാത്രം ചേർത്തിട്ടും ഈ ഒരു റെസിപ്പി വെച്ചിട്ട് തന്നെ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിൽ എഗ് ബിരിയാണി ചെയ്തിട്ടുണ്ട് റേഷൻ റൈസ് വെച്ചിട്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്